അന്തരിച്ച നിയമസഭാ സാമാജികർക്ക് ആദരമർപ്പിക്കുകയാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്. ചോദ്യോത്തരവേള ആരംഭിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് അന്തരിച്ച നിയമസഭാ സാമാജികർക്കുള്ള ആദരം ഇപ്പോൾ സഭയിൽ ഉണ്ടാകുന്നു. തൽക്കാലം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകില്ല എന്നാണ് പ്രതിപക്ഷം അറിയിച്ചിരിക്കുന്നത്. നോട്ടീസ് നൽകാതെ ഉള്ള പ്രതിഷേധം. ഡാൻ കുര്യൻ വിവരങ്ങൾ. ശ്രീമതി ശാന്തകുമാരി കെ, ശ്രീമതി ഉമാ തോമസ് എന്നിവരെ 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തേക്കുള്ള ചെയർമാൻ പേഴ്സൺമാരുടെ പാനലിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു. യെസ് സർ, ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ നടപടികൾ അവസാന സമയത്ത് ഞങ്ങൾ ശ്രീമതി ഉമാ തോമസ് എന്നിവരെ 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തേക്കുള്ള ചെയർമാൻ പേഴ്സൺമാരുടെ പാനലിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു. യെസ് സർ, ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ നടപടികൾ അവസാന സമയത്ത് ഞങ്ങൾ സമീപിക്കുകയുണ്ടായി. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. സഭാ ടിവിക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കതിലേക്ക് തന്നെ വരാം ഉടനെ. എൻ്റെ വിശദാംശങ്ങളിലേക്ക്. നിയമസഭയിൽ ചരമോപചാരം നടന്നു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനും തന്നെ വ്യക്തമാകും. സഭാ ടി വിയാണ് വഴിയാണ് സാധാരണ നിയമസഭയിലെ ചോദ്യോത്തരവേളയടക്കം പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കുന്നത്. സഭാ ടി വിയിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാകുന്നു. വളരെ പെട്ടെന്ന് അതിലേക്ക് വരാം എന്നും നമുക്ക് കരുതാം. ഏതായാലും സഭയിൽ ഇന്ന് പ്രതിപക്ഷം ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തും എന്നറിയിച്ചിട്ടുണ്ട്. സഭാ നടപടികളുമായി സഹകരിക്കാതെ ഇറങ്ങിപ്പോക്കടക്കം ഒരു പക്ഷേ ഉണ്ടായേക്കാമെന്നാണ് മനസ്സിലാകേണ്ടത്. തത്സമയ സംപ്രേഷണം അല്പസമയത്തിനൊക്കെ ലഭ്യമാകുമെന്ന് കരുതാം. സഭയിൽ ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നില്ല. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്കാണ് പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഡാൻ കുര്യനുണ്ട്. ഡാന്, അടിയന്തര പ്രമേയം സാധാരണ നടപടിക്രമമാണ്, അതിന്ന് സംഭവിക്കുന്നില്ല എന്നാണോ? ഒപ്പം പ്ലക്കാർഡുകളടക്കം ഉയർത്തിയാണ് പ്രതിപക്ഷം എത്തിയേക്കുന്നത് എന്നറിയുന്നു. മറ്റു വിവരങ്ങൾ എന്താണ്? സ്വർണ്ണക്കൊള്ള സഭയിൽ ഉന്നയിച്ചു അല്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷം, പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് പ്രതിപക്ഷം ഇപ്പോൾ സഭയിലെത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ഡാൻ, വിവരങ്ങൾ. വലിയ പ്രതിഷേധമാണ്. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധവും ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത്. ആദ്യം സ്പീക്കർ ചരമോപചാരം അർപ്പിച്ചതിന് ശേഷം മാത്രം മറ്റ് നടപടികളിലേക്ക് കടക്കാമെന്ന് അറിയിച്ച അദ്ദേഹം ചരമോപചാരം അർപ്പിക്കുകയെന്ന് അങ്ങനെ 10 മിനിറ്റ് നേരം അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സംഭാഷണം നീണ്ടു. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കാൻ തയ്യാറാകണം, അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വീഴ്ച വരുത്തിയ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഭാ നടപടികളിൽ പ്രതിഷേധം രേഖപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം സഭയിൽ നടക്കുന്നു. സബ്മിഷൻ ഒരു വശത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിനിധികൾ നടത്തുമ്പോൾ മറുവശത്ത് വലിയ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ സഭയിൽ ഉയരുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം സഭാ ടി വിയിലും ആ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാൻ കഴിയാത്ത നിലയിലാണ്. ആ ദൃശ്യങ്ങൾ മാറ്റിയിരിക്കുകയാണ്. ഔദ്യോഗിക നടപടിക്രമങ്ങൾ മാത്രമാണ് സഭാ ടി വിയിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അല്പസമയത്തിനകം പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരും. അവിടെ പ്രതിപക്ഷ നേതാവും മറ്റ് കക്ഷി നേതാക്കളും മാധ്യമങ്ങളെ കാണും. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുറത്ത് ഏത് തരത്തിലായിരുന്നു പ്രതിഷേധം നടത്തിയിരുന്നത്? നമുക്കറിയാം, മേഖലാ ജാഥകൾ അടക്കം നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ നേട്ടം കൊയ്യാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസത്തിലായിരുന്നു UDF. ആ പ്രതിഷേധം നിയമസഭയ്ക്കുള്ളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് സഭയ്ക്കകത്തും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷ അംഗങ്ങൾ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ സഭയിലേക്ക് എത്തിയത്. നമുക്കറിയാം, അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും നൽകാൻ തയ്യാറാകാതെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം മാത്രം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
വലിയ പ്രതിഷേധം സഭയിലുണ്ട്. സഭാ TV-യിൽ പക്ഷേ ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഭ തുടങ്ങി ചരമോപചാരം അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കായിരുന്നു. പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ വന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 2 ദിവസവും ഇത്തരത്തിൽ നടപടികൾ ചരമോപചാരമടക്കം അർപ്പിച്ച് പിരിയുന്നതിൻ്റെ പശ്ചാത്തലമായിരുന്നു. ഇന്നു മുതൽ സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 16ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനമാണ് ഇത് എന്നതുകൂടി ചേർത്ത് വെക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന സംസ്ഥാനത്തെ ഒട്ടാകെ പിടിച്ചുലച്ച ഒരു വിഷയം, അത് പ്രതിപക്ഷം അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ സഭയിൽ ഉന്നയിക്കുന്ന പശ്ചാത്തലമാണ്. ഇപ്പോൾ എന്താണ് ഡാൻ സഭയിൽ സംഭവിക്കുന്നത്? ഭരണപക്ഷത്തു നിന്നുള്ള MLA-മാർ സബ്മിഷനുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വലിയ പ്രതിഷേധം, സഭ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ സഭയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നടുത്തളത്തിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധത്തിന് വരെ അംഗങ്ങൾ തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ അതിന് ദൃശ്യങ്ങളൊന്നും മീഡിയ റൂമിലെ സഭാ TV-യിൽ പോലും ലഭ്യമായിട്ടില്ല. അതായത് ആ ദൃശ്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് സഭയുടെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ മാത്രം സംപ്രേഷണം ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ സബ്മിഷനുമായി ഭരണപക്ഷം മുമ്പോട്ട് പോകുമ്പോഴാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ സമാനതകളില്ലാത്ത പ്രതിഷേധം സഭയ്ക്ക് ഉള്ളിൽ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത മാർച്ചുണ്ട്. അതും നിയമസഭാ കവാടത്തിലേക്ക് 11 മണിക്കാണ്. 11 മണിക്ക് 12 മണിക്കും ഇടയിലാണ് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ മാർച്ചും സംഘർഷഭരിതമാകാനാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് പുറത്ത് ഒരുക്കുന്നുണ്ട്. വലിയ പോലീസ് വിന്യാസം സഭയ്ക്ക് പുറത്തുണ്ട്. എന്തായാലും ഈ സഭയ്ക്കുള്ളിലെ പ്രതിഷേധം അവസാനിപ്പിച്ച അല്പസമയത്തിനകം സഭാംഗങ്ങൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി പുറത്തേക്കിറങ്ങും, സഭ വിട്ടിറങ്ങും എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ പുറത്തു വെച്ച പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാനാണ് സാധ്യത. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു പൊളിറ്റിക്കൽ ടാറ്റിക്സിന്റെ ഭാഗമായി വേണം നിയമസഭയിൽ ഇപ്പോൾ പ്രതിപക്ഷം തുടക്കമിട്ടിരിക്കുന്ന ഈ പ്രതിഷേധങ്ങളെ കാണാൻ. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന ബാനറും പ്ലക്കാർഡുകളും മറ്റും സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നു. കടകംപള്ളിയെ സംരക്ഷിക്കാൻ സമ്മർദ്ദം എന്തിന് എന്ന ചോദ്യം ഈ ബാനറുകളിലൂടെ ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നത് കടകംപള്ളിയെ സംരക്ഷിക്കാനാണോ എന്നും ചോദിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായ സഖാക്കൾക്ക് CPM സംരക്ഷണമുണ്ട് എന്നും ഈ ബാനറുകളുണ്ട്. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനാര് എന്ന് ചോദിക്കുന്നു. അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങുകയാണ് എന്ന് പറയുന്നു. കേരളം ഭരിക്കുന്നത് കൊള്ളസംഘമാണ് എന്നും പറയുന്നു. ശബരിമല കൊള്ളയടിച്ചത് CPM-ന്റെ മാഫിയ സംഘമാണ്. ദേവസ്വം മന്ത്രി രാജിവെക്കുക. ഒപ്പം പാരഡി ഗാനമായ സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നടക്കം എഴുതിക്കൊണ്ടുള്ള ബാനറുകളും ഫ്ലക്സുകളുമാണ് ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ SIT-ക്ക് മേൽ സർക്കാരിൻ്റെ വലിയ സമ്മർദ്ദമുണ്ട്, കടകംപള്ളി അടക്കം രക്ഷിക്കാനെന്നും പ്രതിപക്ഷം പറയുന്നു. ഏതായാലും വലിയ പ്രതിഷേധം സഭയിൽ നടക്കുകയാണ്. സഭാ TV-യിൽ ഈ ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. കാരണം സഭാ TV-യിലൂടെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യേണ്ട എന്ന് ഒരു തീരുമാനം ഉണ്ടായി കാണുമെന്ന് വേണം കരുതാൻ. സഭയിലുള്ള പ്രതിഷേധം തൽക്കാലം സഭാ TV-യുടെ ഭാഗമായി ഉണ്ടാകുന്നില്ല. വളരെ പെട്ടെന്നാണ് ഈ പ്രതിഷേധം ഉയർന്നപ്പോൾ തന്നെ സഭാ TV പെട്ടെന്ന് വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. പൊതുജനങ്ങൾ ഈ പ്രതിഷേധം കാണണ്ട എന്നുള്ള തീരുമാനം സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സഭയിൽ ഉണ്ടാകുന്നു. VN വാസവൻ രാജിവെക്കണമെന്നാണ് VD സതീശൻ ആവശ്യപ്പെടുന്നത്. സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. ഒപ്പം കടകംപള്ളി സുരേന്ദ്രനെ സംരക്ഷിക്കാനുള്ള നീക്കം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.